ചെമ്മണാമ്പതി വെള്ളക്കൽത്തിട്ട തേക്കടി വനപാത നിർമ്മിക്കുന്ന ആദിവാസികൾക്ക് തിങ്കളാഴ്ച കലക്ടറുമായി ചർച്ച നടത്തി. ഇന്ന് ഊരുകൂട്ടം. ചെമ്മണാമ്പതി പറമ്പിക്കുളം തേക്കടി വനപാത നിർമ്മാണം നിർത്തിവെക്കാനുള്ള തീരുമാനവുമായി ആദിവാസികൾ. കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ റോഡ് നിർമ്മാണത്തിന് സർക്കാർ അനുകൂലമാണെന്ന് കലക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ചെമ്മണാമ്പതി പറമ്പിക്കുളം തേക്കടി വനപാത വേണമെന്ന ആദിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യം സർക്കാർ തുടർച്ചയായി അവഗണിച്ചതിനെ തുടർന്നാണ് റോഡ് വെട്ടൽ സമരവുമായി ആദിവാസികൾ രംഗത്ത് വന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച വനപാത നിർമ്മാണം നിർത്തിവെക്കാൻ 12ാം ദിനത്തിൽ നടത്തിയ ഒരു കൂട്ടത്തിലാണ് തീരുമാനമായത്. കഴിഞ്ഞ ദിവസം പാലക്കാട് കലക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ തേക്കടി ആദിവാസി ഊരിലേക്ക് റോഡ് വേണമെന്ന ആവശ്യത്തിന് സർക്കാർ അനുകൂലമാണെന്നും നിലവിൽ നടത്തുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്നും ആദിവാസി പ്രതിനിധികളോട് കലക്ടർ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാലാണ് കേസെടുത്തതെന്നും പ്രശ്നങ്ങൾ അവസാനിച്ചാൽ അതും അവസാനിക്കുമെന്നും കലക്ടർ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ നിർദ്ദേശം ഒരു കൂട്ടത്തിൽ ചർച്ച ചെയ്തതിനു ശേഷമേ തീരുമാനമെടുക്കൂ എന്ന നിലപാടിലായിരുന്നു ആദിവാസികൾ. തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന 2 മണിക്കൂറോളം നീണ്ട ഒരു കൂട്ടത്തിനൊടുവിലാണ് വനപാത നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനമായത്. നിലവിലുള്ള രീതിയിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ഇടയ്ക്കുള്ള 2.5 കിലോമീറ്റർ നിർമ്മാണം അപ്രായോഗികമാണെങ്കിലും റോഡ് വേണമെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ അതിന് കൂടുതൽ പഠനങ്ങളും പലതരത്തിലുള്ള അനുമതികളും കൂടുതൽ സമയവും വേണമെന്നും അതുവരെ സംയമനം പാലിക്കണമെന്നുമുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യമാണ് 100ഓളം ആദിവാസി പ്രതിനിധികൾ പങ്കെടുത്ത ഒരു കൂട്ടം അംഗീകരിച്ചത്. വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്കുള്ള റോഡിനായി വിട്ടുനൽകാവുന്ന വനഭൂമി സംബന്ധിച്ച് വിവിധ വകുപ്പുകളുമായി ചർച്ച നടത്തുകയും നിയമ നടപടികൾ പൂർത്തിയാക്കി റോഡ് നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യുമെന്ന് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എം മല്ലിക അറിയിച്ചു. ഇന്നലെ ജില്ലാ കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഊരുകൂട്ടം കൂടി അദ്ദേഹം പറഞ്ഞ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ട് പണി നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 12 വരെ 2 മാസ കാലയളവിനുള്ളിൽ അവർക്ക് ഈ പാത നിർമ്മിച്ചു കൊടുക്കുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ജില്ലാ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അവർ പണി നിർത്തിവെക്കാമെന്ന് ഒരു കൂട്ടം അംഗീകരിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഊരുമൂപ്പൻ, ഊരു നിവാസികൾ എല്ലാവരും ഏകകണ്ഠമായിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പട്ടികവർഗ വികസന വകുപ്പിനെ അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കൂട്ടം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ട നടപടികൾ ഓൾറെഡി തീരുമാനിച്ച് ബന്ധപ്പെട്ടവർക്ക് കത്തുകൾ നൽകിയിട്ടുണ്ട്. തുടർന്നും അവർക്ക് വേണ്ടിയിട്ട് എല്ലാ അനുകൂല നിലപാടുകളും വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. നിലവിലുള്ള കേസുകൾ പിൻവലിക്കും മാഡം. അതുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അദ്ദേഹം തന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. മുതലമട അല്ലിമൂപ്പൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഒരു കൂട്ടത്തിലെ തീരുമാനം കോളനി നിവാസി കണ്ണൻ വിശദീകരിച്ചു. ഇന്നലെ നടന്ന കളക്ടറേറ്റ് മീറ്റിംഗിൽ സാറ് പറഞ്ഞ വാക്കിനെ മാനിച്ച് ഞങ്ങൾ പണി നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മാസമാണ് 60 ദിവസമാണ് സാറ് ടൈം തന്നിരിക്കുന്നത്. അതിനുള്ള ഇതിന് വേണ്ട എല്ലാ നടപടികളും സാറ് എത്രയും വേഗം സ്വീകരിക്കുന്നതിന് വിശ്വസിക്കുന്നു. സാറിൻ്റെ വാക്ക് ഞങ്ങൾ മാനിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഗവൺമെൻറ് വിശ്വസിച്ചുകൊണ്ട് സാറിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പണി നിർത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഡിസംബർ 12 വരെയാണ് ടൈം. അത് കഴിഞ്ഞിട്ട് ഇതിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ 13-ാം തീയതി എല്ലാവരും ഇതേപോലെ സമരത്തിനല്ല ഇതുപോലെ ഞങ്ങൾ റോഡ് വെട്ടാൻ ഇറങ്ങും. നിലവിലുള്ള നിങ്ങളുടെ കേസുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കലക്ടർ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാത്തിലും. ഈ 2 മാസത്തിലുള്ള ഒന്നും തീരുമാനമായില്ലെങ്കിൽ 2 മാസത്തിനുള്ള തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ ഡിസംബർ 13-ന് ഇതേപോലെ പണിക്കിറങ്ങുന്നതായിരിക്കും. അതിൽ ഇനിയിപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ബാക്കിൽ ഇനിയിപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ നേരിടാൻ തന്നെയാണ് കോണിക്കേണ്ട തീരുമാനം. അല്ലിമൂപ്പൻ 30 ഏക്കർ ഒറവമ്പാടി പെരിയജോല കോളനി നിവാസികൾ, മുതലമട ട്രൈബൽ ഓഫീസർ പി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബേബി സുധ, പറമ്പിക്കുളം വനം ഉദ്യോഗസ്ഥർ എന്നിവർ ഒരു കൂട്ടത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.